കർണാടകയിൽ നിന്നും അപഹരിച്ച സ്വർണവും പണവും നാട്ടിലെത്തി ചന്ദ്രൻ കൂട്ടുകാരോടൊപ്പം ധൂർത്തടിക്കുമായിരുന്നു. കള്ളുകുടിയായിരുന്നു പ്രാധാന്യം. അതിനയാൾ കണ്ടെത്തിയിരുന്ന ഇടം പുരയിടത്തിനോടടുത്തുള്ള പറങ്കിത്തോട്ടമായിരുന്നു. അവിടെ തന്നെയായിരുന്നു കുടിയും കിടത്തവും. ഇങ്ങനെ കർണാടകയിൽ നിന്നും മടങ്ങിയെത്തുന്ന ചന്ദ്രൻ എങ്ങനെ ഇങ്ങനെ കാശുണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ച് സുഹൃത്തുക്കൾ പോലും മനസ്സിലാക്കിയിരുന്നില്ല. കർണാടകയിലെ 2 കൊലപാതകത്തിന് ശേഷം കാസർഗോഡും ഇതേ രീതിയിലുള്ള 4 കൊലപാതകങ്ങൾ അരങ്ങേറി. ഇങ്ങനെ എണ്ണം 6 ആയപ്പോൾ പോലീസിന് ബോധ്യപ്പെട്ടു ഇതൊരു പാറ്റേൺ ഉള്ള കൊലപാതകമാണെന്നും ഇത് ചെയ്യുന്നത് ഒരാൾ തന്നെയാണെന്നും. പക്ഷേ ഇത് ചെയ്യുന്നത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പോലീസിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. അതിൻ്റെ പ്രധാന കാരണം എന്നാൽ മൊബൈൽ ഫോൺ, CCTV എന്നിവയില്ലാത്ത ഒരു കാലഘട്ടം. അതിനുമപ്പുറം രാത്രി 7 മണി കഴിഞ്ഞാൽ ഒരാൾ പോലും പുറത്തിറങ്ങാത്ത ഒരു കാലഘട്ടം, പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ലയിൽ. എന്നാൽ ഇത് ആരു ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരവുമായി പോലീസ് വ്യാപകമായി തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു.